ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഇറച്ചിയോ മുട്ടയോ ഒന്നും വേണ്ട, ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ അവർക്കാണെങ്കിലും ഒത്തിരി ആയിട്ട് ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ അവർ ലഞ്ച് ബോക്സ് കാലിയാക്കും കേട്ടോ, ഇങ്ങനെ ഒരു റൈസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ? നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കിത് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഇത് ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ അരി എടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലെ നമ്മൾ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് 2 ഗ്ലാസ് വെച്ചിട്ട് അളന്നെടുക്കുന്നതിലും എളുപ്പം നമ്മൾ അരി അളന്നതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രത്തിൽ അളവാക്കി എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളം എടുക്കുമ്പോൾ ഈസിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ പച്ചരി ഇതാ ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം നമുക്ക് പച്ചരി കിട്ടിയിട്ടുള്ളത് ബിരിയാണി അരിയൊക്കെ പോലുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ വാർത്ത് വെക്കണം കേട്ടോ. വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കണേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവോള, അതാ 3 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. 2 ചെറിയ സവോളയും ഒരു വലിയ സവോളയും ഞാൻ എടുത്തിട്ടുള്ളത്. അത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെക്കണം കേട്ടോ. 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ടുള്ള ചതച്ചിട്ടുള്ളതാണ്. അപ്പം 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് എടുത്താൽ മതി. അതുപോലെ ഇഞ്ചി വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 10 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് കുക്കറിലാണ് ചെയ്യണത്. അപ്പോൾ കുക്കർ വെച്ച് കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യാണ് മുഴുവനായിട്ടും വേണ്ടത് അങ്ങനെ എടുക്കുക. അതെല്ലാം മുഴുവനായിട്ടും ഓയിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കുക, നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഏലക്ക, ഗ്രാമ്പ്, പട്ട, പിന്നെ നമുക്ക് ആ ബിരിയാണിയുടെ മസാല ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഷാജീരകം ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഒരു കുറഞ്ഞ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്നും മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവോള കൈകൊണ്ട് ഒന്ന് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു സവോള എല്ലാം ഒരുപോലെ നമുക്ക് വാടി കിട്ടും. പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാനും കൂടി പറ്റും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടാണ് സവോള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വന്ന ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ ചേർത്ത തക്കാളിയിൽ വല്ലാണ്ട് അങ്ങോട്ട് പഴുക്കാത്ത തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് നല്ല രീതിയിൽ വാടി കിട്ടും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്കിതാ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒത്തിരി പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ എണ്ണയിൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചച്ചവൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ആ രീതിക്ക് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മാഗി ക്യൂബ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതില്ലാന്ന് വെച്ചിട്ട് ചോറിന് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് പ്ലാൻ ആക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയൊന്നുമല്ലല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മല്ലിയില കയ്യിലില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഞാനത് ഒന്നും കൂടെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ചേർക്കുന്നത് 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. ഏതെങ്കിലും ഒരു മസാല ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം.
ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചച്ചുവ മാറി വരുന്ന സമയത്ത് നമുക്ക് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചരി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവേണ്ട. വെള്ളം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചേർക്കുന്ന വെള്ളം ഈ ഒരു വെള്ളം കൂടിയിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടി പോവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അരി. അപ്പോൾ ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്ന രീതിക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വറക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ആയിട്ട് തോന്നും. അപ്പോൾ ഈ അരി ഒന്ന് മൂത്ത് അല്ലെങ്കിൽ ഒന്നൊന്ന് മിക്സായി നല്ലോണം ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ഇളക്കാൻ പറ്റും. ആ ഒരു സമയം വരെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അരി ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ 2 കപ്പ് വേണമെങ്കിൽ ചൂടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വെന്തോ എന്നുള്ളത് ഇപ്പോൾ വേവ് കുറവാണെന്നുണ്ടെങ്കിൽ അപ്പം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതും തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത്. നമ്മൾ അരിയിലേക്ക് നേരിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തിളപ്പിച്ചിട്ട് ചേർക്കുക. പിന്നെ ഇതാ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്കിത് കുക്കറൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിലാണ് അടിക്കേണ്ടത്. ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ അതൊരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഓഫ് ചെയ്ത് വെച്ചിട്ട് ബാക്കി അതിലെ പ്രഷർ തനിയെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലെ പ്രഷറൊക്കെ ഒന്ന് നല്ല കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചധികമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ ചൂടോട് കൂടി ഞാൻ വല്ലാണ്ട് അത് കുത്തി ഇളക്കുന്നില്ല. അപ്പോൾ ചോറ് വല്ലാണ്ട് ഉടഞ്ഞു പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്തിരി ഒന്ന് കഴിഞ്ഞിട്ടാണ് ഞാനത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വിളമ്പി എടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. കണ്ടോ, ഒത്തിരി കണ്ട് വേവ് കൂടിയിട്ടില്ല. നമ്മളെ കറക്റ്റായിട്ടാണ് വെന്തിട്ടുള്ളത് കേട്ടോ. വിസിലടിക്കാൻ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ റൈസ് ഇങ്ങനെ മൂടി വെച്ചിട്ട് 20 മിനിറ്റ് മതിയാകും കേട്ടോ. ഇപ്പം നമ്മളുടെ ലഞ്ച് ബോക്സിലേക്ക് ഉള്ള റെസിപ്പി ഇതാ. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ. കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ കറിയും എല്ലാം വേണ്ട. അപ്പോൾ അതൊന്നുമില്ല. നമുക്കിത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളിയും തൈരും കൂടിയിട്ടോ അല്ലെങ്കിൽ അച്ചാർ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൂട്ടാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിന് വെറുതെ സവാള അരിഞ്ഞിട്ട് നമ്മൾ സൈഡിൽ വെച്ച് കഴിക്കുമല്ലോ, അങ്ങനെ കഴിക്കാനാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ട് കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികളുണ്ട്. ഇപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി തന്നെ ഉണ്ട്. അപ്പോൾ അതന്നെ ഒക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ടൊന്നും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും കൂടി തരാൻ മറക്കരുത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കൂടെ ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.